അമ്മാ ഇക്ക അതെ റസിയുടെ ആങ്ങൾക്ക് ആക്സിഡന്റ് ആയി മൻസൂറിന്. അതാണ് അവൾ ആ ടെൻഷനിൽ ആരോടും ഒന്നും പറയാതെ ഇറങ്ങി പോയത്. പക്ഷെ അവൾ അവിടെ എത്തിയിട്ടില്ല, അവള് ബ്ലോക്കിലാ. ആക്സിഡന്റ് ആണ് ആൾക്ക് അറ്റാക്ക് വരിച്ചാ? എന്ത് ബ്ലോക്ക് ആയിട്ടിന്ന് சொன்ன? ഇല്ലല്ല, ഓട്ടോയില് ബ്ലോക്കിൽ കിടക്കാണ്. ഹോട്ടലിൽ ബ്ലോക്ക്, ഹോട്ടലിൽ ഹോസ്പിറ്റലിൽ ഇനി എത്തല്ലേ? ഇല്ല, എത്തിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? മൻസൂറിന്റെ നമ്പർ ഒന്ന് കിട്ടിയെങ്കിൽ നമുക്കൊന്ന് വിളിച്ചു ചോദിക്കായിരുന്നു. മൻസൂറിനെ എന്തിനാ വിളിക്കണോ? ആക്സിഡന്റ് ആയിട്ട് കിടക്കല്ലേ, അതിന്റെ ഇടയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ കിടക്കുകയാണെങ്കിൽ ആരെങ്കിലും അരികത്തില്ലാതിരിക്കും. മൻസൂറിന്റെ നമ്പറിന്റെ അടുത്തുണ്ട്, നാളെ പണിക്ക് വിളിച്ചിട്ട് ഞാൻ പോയില്ലേ? പോയി. അല്ല, ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയാ പോരെ. മിണ്ടായിരിക്കും വരിക, ഒന്ന് വിളിച്ചു നോക്കി. മൻസൂറിന്റെ നമ്പറിന്റെ അടുത്തുണ്ട്. മിണ്ടാതിരിക്കും, നമുക്ക് സമാനം ഉണ്ടാക്കാം. വിളിച്ചോക്കാലോ. ഹലോ, ആ മൻസൂറല്ലേ? ഞാനാ വാസുട്ടിയാണേ, വാസുട്ടി. അന്ന് അവിടെ പണിക്ക് വന്നില്ലേ? ആ, ഇപ്പൊ എവിടെയാണ്? ഡ്രൈവിംഗിലാണോ? ആ, ശരി ശരി. ഒന്നുമില്ല വെറുതെ വിളിച്ചതാണ്. ശരി ശരി. അയാള് വേറെ എവിടേക്കോ ഡ്രൈവ് ചെയ്ത് പോവാണ്. ആ, ആക്സിഡന്റ് ഒന്നുമില്ല. ആര് പറഞ്ഞ ആക്സിഡന്റ് ആണെന്ന്? ആരാ പറഞ്ഞത്? ഇത് റസിയ പറഞ്ഞല്ലോ, ആക്സിഡന്റ് ആയി ഒരാൾ വിളിച്ചു പറഞ്ഞിട്ട് അവള് പോയത്. ശരി, ഇതാരോ പറ്റിച്ചാക്കിയാണിത്. അതെന്ത് പരിപാടിയാണത്? ഇത് ആരെങ്കിലും ரஷ்யா ஆட்டோல தானே போயின்னு சொன்னேன். അതെ. அந்த ஆட்டோ நம்பர் தெரியுமா? അയ്യോ, അതൊന്നും ഞാൻ നോക്കില്ല കേട്ടോ. போச்சு. அந்த ஆட்டோ எதுன்னு தெரிஞ்சா? അതാ ഉണ്ണികൃഷ്ണന്റെ ഓട്ടോ ആണ്. അതിൽ തന്നെയല്ലേ ഞങ്ങള് സ്ഥിരം പോവാറ്. ഞാൻ എന്നല്ലേ വിളിച്ചു വിടാറ്. உன்னிகிருஷ்ணன் ஆட்டோ. உன்னிகிருஷ்ணன் எத்தனை வயசாயிடுச்சு? അവൻ 10-26 വയസ്സായിണ്ടാവും. அடியா, இப்ப எப்படி இருக்கு? நான் சொன்னது கரெக்ட் தானே? ரஷ்யா உன்னிகிருஷ்ணன் கூட ஒளிச்சோடி போச்சு. അയ്യോ, ഞാൻ റസിയെ വിളിച്ച് ചോദിച്ചാ പോരെ. റസിയെ, മൻസൂറിന് ആക്സിഡന്റ് ആയെന്ന് നിന്നെ ആരെ വിളിച്ച് പറഞ്ഞത്? ആ നമ്പർ ഒന്ന് പറയോ? ഇക്ക ഇവിടെ ഉണ്ട്, ഇക്കയ്ക്ക് വിളിക്കാനാണ്. ഒന്ന് പറഞ്ഞു ചോദിച്ചേ. ആ, ഞാൻ ഹോൾഡ് ചെയ്യാം. പറ. ആ, 96565 265. ആ, ഓക്കെ 96565 0 880. ആ, ഒന്നുമില്ല, ഇപ്പൊ വിളിക്കാം. നല്ല പരിചയമുള്ള നമ്പറാണല്ലോ. ഏതോ ഫ്രോഡാണ്. ബിസിയാണ്. ആളുടായിപ്പാണ്. ബിസിയാണ്. ഒന്നുകൂടെ കട്ട് ചെയ്തു. ഇതിൽ കുഴപ്പമാണെന്ന് അറിയില്ലല്ലോ. കിട്ടാനല്ല ഒന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വേണ്ട, ഞാൻ പോയി അന്വേഷിച്ചാ വേണ്ട, ഞാൻ വിളിക്കാം. എന്തിനാ വിളിച്ചോട്ടെ? എന്നാലും ഇത് ആരായിരിക്കും? ഇവിടെ പോത്തെ എന്നെയാണ് വിളിക്കണത്. വാസുട്ടി വേറെ നമ്പറിൽ വിളി. അവള് പറഞ്ഞു തന്നില്ലേ? വേറെ നമ്പറാണ്. ജോസൂട്ടി. ശരിയാണല്ലോ, വാസുട്ടി. ആ, അപ്പൊ നീ റസിയെ വിളിച്ച് പറ്റിച്ചത്? ഞാൻ പറ്റിച്ചിട്ടില്ലാട്ടാ. പിന്നെ എങ്ങനെ അവളെ വിളിച്ചത് പറഞ്ഞത്? അവളെ ഈ നമ്പർ പറഞ്ഞത് പനിക്ക് എനിക്കറിയാൻ പാടില്ലാട്ടാ. ഞാൻ വിളിച്ചിട്ടില്ല. റസിയാനെ വിളിക്കാൻ എനിക്കത് ഭ്രാന്താണ്. നീ കളിച്ച് തിരി കളിക്കരുത്, പൊട്ടം കളിക്കാൻ നിൽക്കരുത്. നീ വെറുതെ വാസുട്ടി വെറുതെ ആവശ്യമില്ലാത്ത വർത്താൻ പറഞ്ഞ. ഞാൻ വിളിച്ചിട്ടില്ല. എനിക്കറിയാൻ പാടില്ല. നീ എന്നെയാണ് വിളിച്ചത്? ഇല്ല, ഞാൻ എന്തിനാ വിളിക്കണത്? നീയാണ് വിളിച്ചത്. നല്ലോണം പിന്നെ എങ്ങനെ ഈ നമ്പർ അവളെ എനിക്ക് പറഞ്ഞു തരും? എങ്ങനെ പറഞ്ഞു തരും? പറയല്ലേ വാസുട്ടി ഞാൻ വിളിച്ചിട്ടില്ല. സത്യമായിട്ട് ഞാൻ വിളിച്ചിട്ടില്ല. വെറുതെ സത്യമായിട്ട് വിളിച്ചിട്ടില്ല. എന്തിനാണ്? എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഓൾറെഡി പൂത്തതായിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്വർണ്ണോ. ഞാൻ ഒരു ആവശ്യത്തിന് ചോദിച്ചാ ഓൺലൈൻ ഉണ്ടാവില്ല. ഞാൻ കൊണ്ടുപോയി നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ജോസ് ഒരു കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു ദിവസത്തെ തിരുമറക്കി ഓൾറെഡി കുറച്ച് സ്വർണം ഓളെ കാണാണ്ട് എടുക്കാൻ വേണ്ടിട്ട് ഒരു നുണ പറഞ്ഞ ഓളെ ഞാനാണ് പുറത്ത് കഴിച്ചത്. അതിനോട് വേണ്ടാത്തൊക്കെ കേട്ട് എന്താ വിചാരിച്ചത്?
അല്ല നീ എന്താ വിചാരിച്ചത്? ഈ ഭാര്യമാരെന്ന് പറയുന്നത് നിന്റെയൊക്കെ കാര്യം നോക്കാനും വീട്ടു ജോലി നോക്കാനും ആണെന്നാണ് കരുതിയത്? എടാ നീയൊക്കെ പുറത്തേക്ക് പോയാൽ തിരിച്ചു വരുന്നത് വരെ നിന്റെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളരുതെന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുന്നവരാണ് ഭാര്യമാർ, അറിയാമോ? അങ്ങനെയുള്ള ഒരുത്തിയാണ് നീ നുണ പറഞ്ഞ് പുറത്തേക്ക് ഓടിച്ചത്. നീ എന്റെ പാല് കുടിച്ചു തന്നെയാണോ അവിടെ വളർന്നത്? അമ്മ ഒന്നും പറയരുത്. എനിക്കറിയാം ഓൾഡ് വാപ്പാന്റെ കാരണത്തിൽ എന്നെ നമ്മളെ കഴിഞ്ഞ് നിൽക്കറിയാം. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസത്തേക്കുള്ളൊരു തീരുമാനം ഇല്ലേച്ചിട്ടാണ് ഞാൻ. എന്നൊന്നും പറയരുത്, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. എന്നോട് പുറക്ക് പുറത്തായി. பாய் பாய் எழுந்துரு எழுந்துரு பரவாயில்ல அப்படி வந்துருச்சு அப்படி ஆயிடுச்சு சாரில்ல ரசியம் தெரியாம எதானாலும் இது எடுத்துருச்சுல்ல இதுன்னு ஒரு வளம் எடுத்து பேங்க்ல வச்சு எனக்கு ஒரு 16,000 ரூபாய் தாயே என் ஆட்டோ ட்ரஸ்ட்டுக்கு